ലഹരിക്കെതിരായ സൈക്കിൾ യാത്രയ്ക്ക് പിന്തുണയുമായി ആലുവയിലെ വ്യാപാരികളെത്തി. ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ താമരശ്ശേരിയിൽ നിന്നാരംഭിച്ച സൈക്കിൾ റാലിക്കാണ് ആലുവ മർച്ചന്റ് അസോസിയേഷൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണമൊരുക്കിയത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നസീർ ബാബു ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കാശ്മീരിൽ ഇന്നലെ നടന്ന സംഭവം മതലഹരിക്കെതിരെ കൂടി നമ്മുടെ ഈ യോഗം മതലഹരിക്കെതിരെയും കൂടി ആകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഈ സ്വീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ്, ലത്തീഫ് പുഴിത്തറ, മൂസാക്കുട്ടി, അജ്മൽ കമ്പായി, ജോൺസൺ, അസീസ് അൽബാബ് തുടങ്ങിയവർ സംസാരിച്ചു. 26-ന് തിരുവനന്തപുരത്താണ് സൈക്കിൾ യാത്ര സമാപിക്കുക. K അബ്ദുൾ മജീദ്, KK വിഷ്ണു, ഷംസുദ്ദീൻ എന്നിവരാണ് യാത്ര നയിക്കുന്നത്. 11 വയസ്സുള്ള ഷാമിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 40 പേരാണ് സൈക്കിൾ യാത്രയിലുള്ളത്. 12 വയസ്സുള്ള ഒരു മകൻ മുതൽ ഇത്രയും ആളുകൾ താമരശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്രയ്ക്ക് പങ്കെടുക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും മലയാളി തോക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാമെന്നാണ് എന്റെ അഭിപ്രായം. ഏറ്റവും ചുരുങ്ങിയ ഒരു യാത്ര ഈ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു കാലത്ത് ലഹരി എന്ന് പറയുന്നത് ആളുകളെ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലഹരി എന്ന് പറയുന്ന മാരകമായ രാസലഹരിയാണ് ഇന്ന് കേരളത്തിലെമ്പാടും നാം വാർത്താ മാധ്യമങ്ങളിൽ പോലും അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ക്രൂരമായ കൊലപാതകങ്ങളും അമ്മയെയും അച്ഛനെയും. ന്യൂസ് ബ്യൂറോ, ആലുവ.